ഹലോ എവ്രി വൺ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇക്കണോമിക്സുകാരുടെ കോർ കോഴ്സായിട്ടുള്ള ഫോർത്ത് സെമസ്റ്റർ മാക്രോ ഇക്കണോമിക്സ് 2ൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് ഇൻഫ്ലേഷൻ എന്താണെന്ന്, അതായത് ഈ വിലക്കയറ്റം എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. സോ തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്നാണ്. ഇൻഫ്ലേഷൻ ഹാപ്പൻസ് എ ലോട്ട് ഇൻ മോഡേൺ കൺട്രീസ് വിത്ത് മണി സിസ്റ്റംസ്. അതായത് ഈ പണ സമ്പ്രദായമുള്ള, അതായത് മണി സിസ്റ്റംസ് ഉള്ള എല്ലാ മോഡേൺ ആയിട്ടുള്ള രാജ്യങ്ങളിലും ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇറ്റ് യൂഷ്വലി മീൻസ് പ്രൈസസ് ആർ ഗോയിങ് അപ്പ്. അതായത് നമുക്കറിയാം ഇതെന്താ മീൻ ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ വിലക്കയറ്റം, പ്രൈസസ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നു, പ്രൈസസ് എന്ന് പറയുന്നത് കൂടുന്നു, ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫൈൻ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അത് നമുക്കറിയാം പല ആളുകളും എന്താണ് ഇത് പല രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. Crowther says inflation is when money loses its value, so price go up. അപ്പോൾ ക്രൗത്തർ പറയുന്നതിനനുസരിച്ചിട്ട് പണപ്പെരുപ്പം എന്ന് പറയുന്നത് എപ്പോഴാണോ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ വില ഉയരുമെന്നാണ് ക്രൗത്തർ പറയുന്നത്. ഈ വില നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു രൂപ എന്ന് പറയുന്നത്, ഈ ഒരു രൂപ നമ്മളിപ്പോൾ കമ്പയർ ചെയ്തിട്ട് ഡോളറുമായിട്ടാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാറ്. അപ്പോൾ ഡോളറിൻ്റെ ഒരു ഡോളർ എന്ന് പറയുന്നത് എത്ര രൂപയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കുറയുന്നു. അതായത് ഇപ്പോൾ സാധാരണ ഒരു ഡോളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം, 83 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ ഒരു ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപയാണെന്ന് നമുക്കറിയാം. ഇനി ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത്, അതായത് നമ്മുടെ മണിയുടെ വാല്യൂ കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡോളർ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ 90 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും, നമ്മുടെ 90 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് അവിടെ വിലക്കയറ്റമാണ്, നമ്മളെ സംബന്ധിച്ച് അവിടെ വിലക്കയറ്റമാണ് കാണുന്നത്. എന്നാൽ അവിടെ എന്താണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ അതാണ് ക്രൗത്തർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി സേസ് ദാറ്റ് ഇൻഫ്ലേഷൻ ഈസ് വെൻ മണി ലോസ് ഇറ്റ്സ് വാല്യൂ, സോ പ്രൈസസ് ഗോ അപ്പ്. ബ്രൂമൻ സേസ് ഇറ്റ്സ് വെൻ പ്രൈസ് കീപ്സ് ഗോയിങ് അപ്പ്. അതായത് ബ്രൂമൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. എഡ്വാർഡ് പറയുന്നതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വെൻ പ്രൈസസ് കീപ് ഗോയിങ് അപ്പ് എലൗട്ട്. അതായത് ഒരുപാട് പ്രൈസസ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെയധികം വിലകൾ ഉയരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പല രീതിയിലും പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ വെൻ ദർ ഈസ് നോട്ട് ടു മച്ച് മണി ഫോർ ഇറ്റ് നോട്ട് ഇനഫ് സ്റ്റഫ്സ് ടു ബൈ, അതിനെ നമ്മൾ എന്താണ് പറയുക, അതിനെയും ഇൻഫ്ലേഷൻ എന്നാണ് പറയുക. അതായത് വളരെയധികം വില ഉയരുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് മതിയായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാത്ത സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതായത് നമുക്ക് കുറേ ബുക്സ് വാങ്ങണം അല്ലെങ്കിൽ കുറേ ബാഗ് വാങ്ങണം എന്ന് വിചാരിക്കുക, പക്ഷേ മാർക്കറ്റ് അത്രയൊന്നും അവൈലബിൾ അല്ലാണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു, അതായത് വിലക്കയറ്റം ഉണ്ടാവുന്നു. അങ്ങനെയും ഇൻഫ്ലേഷൻ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. കോൾബ്രോൺ പറയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെയാണ്. സോ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് ഡെഫിനിഷൻസ് എഗ്രി ദാറ്റ് ദർ ഈസ് ടു മച്ച് മണി അറൗണ്ട് വിച്ച് മേക്സ് പ്രൈസ് ഗോ അപ്പ്. അതായത് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഇഷ്ടംമാതിരി പണമുണ്ട്. അതായത് നമ്മൾ വിലക്കയറ്റത്തിലൂടെ ഇഷ്ടംമാതിരി പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഇത്തരം ഒരുപാട് എമൗണ്ട് ഉണ്ട്, പക്ഷേ സാധനങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. അപ്പോഴും നമ്മുടെ കയ്യിൽ എന്താണ്, എമൗണ്ട് കൂടുതലാണ്. അങ്ങനെ പണം എന്ന് പറയുന്നത് നമ്മുടെ വളരെയധികം ചുറ്റുമുണ്ടാവുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇൻഫ്ലേഷനകത്ത് മെയിനായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ഡെഫിനിഷൻസും പറയുന്നത്. ദിസ് ഹാപ്പൻ ബിക്കോസ് മോർ മണി ഈസ് അവൈലബിൾ ടു ബൈ തിങ്സ്. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, സാധനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ, അതുകൊണ്ട് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത്
എല്ലാ മോഡേൺ ആയിട്ടുള്ള കൺട്രീസിലും എന്തുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്. സാധാരണയായിട്ട് വില വർദ്ധിക്കുന്നു എന്നാണ് ഇൻഫ്ലേഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. പലരും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. ഈ ടൈപ്സിൽ എന്ന് പറയുന്നത് ഒരു 10-12 ടൈപ്സ് ഉണ്ട്. ഒരു 10 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് 2 മാർക്കിന് ഏത് വഴിയിൽ നിന്ന് ചോദിക്കുന്നു പറയാൻ വേണ്ടി പറ്റില്ല. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷനാണ്. പണപ്പെരുപ്പത്തിന് ഒരു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഏകദേശം 3% പോലെ നമ്മുടെ പ്രൈസ് സാവധാനം ഉയരുന്നതിനെയാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സീൻ ആസ് ടു ബാഡ് ഫോർ ദി എക്കോണമി. നമ്മുടെ എക്കോണമിക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വളരെ മോശമാണെന്നൊന്നും കാണുന്നില്ല. പക്ഷേ ഓരോ വർഷവും ഒരു 3% പോലെയാണ് ഇതിൻ്റെ വിലകൾ എന്ന് പറയുന്നത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3%ലാണ് എല്ലാ സാധനത്തിൻ്റെയും വില അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാക്കിംഗ് ഇൻഫ്ലേഷനാണ്. അപ്പോൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3% ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിംഗ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത് ഓരോ വർഷവും ഒരു 3% മുതൽ അല്ലെങ്കിൽ 6% വിലകൾ എന്ന് പറയുന്നത് അല്പം വേഗത്തിൽ ഉയരുന്നു. അതായത് നമ്മുടെ വാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, നമുക്ക് നടക്കുന്നതിനൊരു സ്പീഡുണ്ട്, അതുപോലെയാണ് ഇത് ചിന്തിക്കുക. അപ്പോൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ 3% to 6% വരെയാണ് എന്ത് ചെയ്യുക, പ്രൈസസ് ഉയരുക. ഇനി റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പീഡായില്ലേ, അതായത് വാക്കിങ്ങിനേക്കാളും സ്പീഡാണ് റണ്ണിങ് എന്ന് പറയുന്നത് നമ്മുടെ. അപ്പോൾ റണ്ണിങ് എന്ന് പറയുമ്പോൾ എന്താണ്, prices go up even faster than walking inflation, maybe more than 10% each year. അതായത് ഓരോ വർഷവും 10%-നേക്കാളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതിനെയാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. വാക്കിംഗ് എന്ന് പറയുമ്പോൾ 3 to 6% ആണ് നമ്മൾ പറഞ്ഞു. റണ്ണിങ് എന്ന് പറയുമ്പോൾ 10% വരെ ആവാമെന്നാണ് പറയുന്നത്. ഇത് ഓടുകയാണ്, ഇൻഫ്ലേഷൻ അങ്ങോട്ട് കൂടുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഗലോപ്പിംഗ് ഓർ ഹൈപ്പർ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കുതിച്ചുയരുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പണപ്പെരുപ്പത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ടൈപ്പിൽ പറയുന്നത്. പ്രൈസസ് ഷൂട്ട് അപ്പ് ഓൾ ദ ടൈം വിത്ത് നോ ലിമിറ്റ്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില എന്ന് പറയുന്നത് ഒരു പരിധിയില്ലാതെ എല്ലായ്പ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓരോ മാസവും വില എന്ന് പറയുന്നത് 50%-ലധികം ഉയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം ഉണ്ടായിരുന്ന ജർമ്മനിയിലാണ് ഇത്രയും ക്രേസി ആയിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻഫ്ലേഷൻ ആണ്. പ്രൈസസ് ക്യാൻ ഗോ വിതൗട്ട് ദ ഗവൺമെൻറ് സ്റ്റോപ്പിംഗ് ദം ലൈക്ക് ഇൻ പോസ്റ്റ് വാർ ജർമ്മനി. സോ ഓപ്പൺ ഇൻഫ്ലേഷനിൽ ഇവിടെ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അത് പലതരത്തിലുള്ള ഡിമാൻഡ്സ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് ഉണ്ടാവുക. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതായത് നോ സ്റ്റെപ്സ് ആർ ടേക്കൺ ടു കൺട്രോൾ റൈസിങ് പ്രൈസസ്. ഇവിടെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നില്ല. ഗവൺമെൻറ് ആവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഒന്നും തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു വിലക്കയറ്റം നിർത്തുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാത്തോളം കാലം ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സപ്രസ്ഡ് ഇൻഫ്ലേഷൻ വെച്ച് കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് സ്റ്റോപ്പ് പ്രൈസസ് ഫ്രം ഗോയിങ് അപ്പ് ഫോർ എ വൈൽ ബട്ട് വെൻ ദി സ്റ്റോപ്പ് പ്രൈസസ് ഷൂട്ട് അപ്പ്. വാട്ട് ടൈംസ് ആർ എക്സാമ്പിൾസ്. അപ്പോൾ സപ്രസ്ഡ് ഇൻഫ്ലേഷനിൽ പറയുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മോണിറ്ററി അതോറിറ്റീസ് ഒക്കെ തന്നെ ആക്റ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൈസസ് എന്ന് പറയുന്നത് ഹൈ ലെവലിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് തടയുന്നുണ്ട്. പലതരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും, പലതരത്തിലുള്ള മെത്തേഡ്സ്, ഇപ്പോൾ പ്രൈസ് കൺട്രോൾസ്, അതുപോലെ റേഷനിങ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് മോണിറ്ററി അതോറിറ്റീസും കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസ് ഹൈ ലെവലിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഈ ഒരു ഗവൺമെൻറ്റും മോണിറ്ററി അതോറിറ്റീസും ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഉണ്ടാവുമെന്നാണ് സപ്രസ്ഡ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. ഇനി സ്പൊറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് ഓൺലി ഗോ അപ്പ് ഇൻ സം പാർട്സ് ഓഫ് ദ എക്കോണമി ബിക്കോസ് ദർ ഇസ് നോട്ട് ഇനഫ് ഓഫ് സംതിങ്. ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, അതായത് പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്പെസിഫിക് ഗുഡിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസിലായിരിക്കും, അതായത് ഒരു ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻഫ്ലേഷൻ വിലക്കയറ്റം എന്ന് പറയുന്നത് സംഭവിക്കാം. ഇറ്റ് ഈസ് നോട്ട് വൈഡ് സ്പ്രെഡ് റൈസ് ഇൻ പ്രൈസസ്. അതായത് എല്ലാവരുടെയും ഈ പ്രൈസ് റൈസ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല.
ബട്ട് റാദർ ലോക്കലൈസ്ഡ് ഓർ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്ലേസസിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സം റീജിയൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സിലാണ് ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഫുഡ് പ്രൈസസ് ഗോ അപ്പ് ഡ്യൂ ടു ബാഡ് വെതർ ഇൻ സ്പെസിഫിക് ഏരിയ ദാറ്റ് വുഡ് ബി എ സ്പൊറാഡിക് ഇൻഫ്ലേഷൻ. അതായത് പ്രൈസസ് എന്ന് പറയുന്നത്, ഫുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെതർ റിലേറ്റ് ചെയ്തിട്ട്, ബാഡ് വെതർ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിലായിരിക്കും ബാഡ് വെതർ ഉണ്ടാവുക, അവിടുത്തെ ഫുഡിൻ്റെ പ്രൈസസ് എന്ന് പറയുന്നത് ഗോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ സ്പൊറാഡിക് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അടുത്തതാണ് കോംപ്രിഹെൻസീവ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പ്രൈസസ് ഗോ അപ്പ് ഇൻ എവറി പാർട്ട് ഓഫ് ദ എക്കോണമി. നമ്മൾ മുമ്പ് സ്പൊറാഡിക്കലി പറഞ്ഞത് സ്പെസിഫിക് റീജിയൻസിലാവാമെന്നാണ്. കോംപ്രിഹെൻസീവ് ഇൻഫ്ലേഷനകത്ത് പ്രൈസസ് എന്ന് പറയുന്നത് എവറി പാർട്ട് ഓഫ് ദ എക്കോണമിയിലും കൂടാം. പാർഷ്യൽ അല്ലെങ്കിൽ സെമി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് ഗോ അപ്പ് ബിക്കോസ് ദർ ആർ മോർ മണി ബട്ട് നോട്ട് എവറി വൺ ഹാസ് എ ജോബ് എറ്റ്. ഈ ഒരു ഇൻഫ്ലേഷനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ that may appear even before reaching full employment due to short supply or essential factors. ഇവിടെ പ്രൈസസ് എന്ന് പറയുന്ന, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു, അവിടെ മോർ മണി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ജോബ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പാർഷ്യൽ അല്ലെങ്കിൽ സെമി ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. ഇനി ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് ഗോ ബിക്കോസ് ദർ ഇസ് ടു മച്ച് മണി ആൻഡ് എവറി വൺ ഹാസ് എ ജോബ്. അപ്പോൾ ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും, എല്ലാവർക്കും ജോലിയുണ്ട്, അപ്പോൾ മണിയും എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് ആ ഒരു സൊസൈറ്റിയിൽ പറയുന്നത്. ഇനി റച്ചഡ് ഇൻഫ്ലേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസസ് ഗോ അപ്പ് ഇൻ സം പാർട്ട് ഓഫ് ദ എക്കോണമി ബിക്കോസ് ഓഫ് ടു മച്ച് ഡിമാൻഡ് ബട്ട് ദേ ഗോ ഡൗൺ ഇൻ അതർ പാർട്സ്. അതായത് ചില പ്രൈസസിൽ, അതായത് എക്കോണമിയുടെ ചില പാർട്സസിൽ എന്ത് ചെയ്യാണ്, പ്രൈസസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗുഡിനോ എന്തെങ്കിലും അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അതർ പാർട്സ് ഓഫ് ദ എക്കോണമി അല്ലെങ്കിൽ വേറെ പാർട്സ് ഓഫ് ദ എക്കോണമിയിലൊന്നും ഈ ഒരു പ്രൈസസ് എന്ന് പറയുന്നത് ഡൗൺ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ ചില പ്ലേസസിൽ എക്കോണമിയിൽ എന്ന് പറയുന്നു ഡിമാൻഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. മാർക്കപ്പ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ആഡ് മോർ ടു ദെയർ പ്രൈസസ് ടു കവർ ഫ്യൂച്ചർ കോസ്റ്റ്. ഇറ്റ് ഹാപ്പൻസ് വെൻ ഡിമാൻഡ് ഈസ് ഹൈ. മാർക്കപ്പ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഫേംസിലും അതുപോലെ തന്നെ വർക്കേഴ്സിനെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഫേം എന്ന് പറയുന്നത് ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യുകയാണ്, അവിടുത്തെ ഒരു ഫിക്സഡ് മാർക്കപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓവർ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫേം പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്. അതുപോലെ എക്സസീവ് മാർക്കപ്സ് ക്യാൻ ലീഡ് ടു ഇൻഫ്ലേഷണറി സ്പൈറൽ എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് അവരുടെ പ്രൈസസിലേക്ക് ഒരുപാട് ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്യൂച്ചർ കോസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോസ്റ്റുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രൈസസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയും അതിലൂടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു എന്നാണ് മാർക്കപ്പ് ഇൻഫ്ലേഷൻ പറയുന്നത്. ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് ഗോ അപ്പ് ബിക്കോസ് ദർ ഇസ് നോട്ട് ഇനഫ് സ്റ്റഫ്സ് ടു ബൈ ലൈക്ക് വെൻ ദർ ഇസ് നോട്ട് ഇനഫ് വർക്കേഴ്സ് ഓർ റിസോഴ്സസ്. ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് കൂടുന്നത് എന്തിലൂടെയാണ്, ഒരുപാട് സാധനങ്ങൾ അവിടെ വാങ്ങാനില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് കുറച്ച് സാധനങ്ങളുള്ളൂ, ആ കുറച്ച് സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ആ വില കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ പുതിയൊരു പ്രൊഡക്ഷനിലൂടെ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സാധനങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, പലതരത്തിലുള്ള കമ്പനിയുടെ സാഹചര്യങ്ങൾ കൊണ്ടോ വർക്കേഴ്സിൻ്റെയോ അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെയോ അവൈലബിലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും നടക്കുന്നില്ല. ഇപ്പം നമുക്കൊരു കുറേ ബാഗുകൾ വേണം, ബാഗുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിലൊരു 100 ബാഗേ ഉള്ളൂ, വീണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, വർക്കേഴ്സ് അതിന് വില്ലിങ് അല്ല അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ ബാഗ് എന്ന് പറയുന്നത് ആ 100 എണ്ണേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, അതിൻ്റെ വില കുറഞ്ഞിട്ട് നമുക്ക് ആളുകൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുക. പക്ഷേ 100 എണ്ണം ഉള്ളതുകൊണ്ട് അതിന് നല്ല ഡിമാൻഡായിരിക്കും, നല്ലോണം പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷനകത്ത് പ്രൈസ് എന്ന് പറയുന്നത് ഒരുപാട് സാധനം അവിടെ വാങ്ങാൻ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഇറ്റ് ഹാപ്പൻസ് എന്ന് പറയുന്നത് എന്താണ്, വെൻ ദർ ഇസ് നോട്ട് ഇനഫ് വർക്കേഴ്സ് ഓർ റിസോഴ്സസ്. അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി റിസോഴ്സസോ വർക്കേഴ്സോ ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. ഇനി റിഫ്ലേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസസ് ഗോ അപ്പ് ആഫ്റ്റർ എ ബാഡ് ഇക്കണോമിക് ടൈംസ് ലൈക്ക് എ റിസഷൻ ടു ഗെറ്റ് ബാക്ക് ടു നോർമൽ. അപ്പോൾ റിസഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. റിസഷൻ എന്ന് പറയുന്നത് ഒരു നേഷൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള
GDP ഗ്രോത്ത് ഉണ്ടാവുക. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സമയത്താണ് റിസഷൻ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റിസഷൻ പോലുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ബാഡ് ഇക്കണോമിക് ടൈംസിലൊക്കെ തന്നെ നമ്മൾ പ്രൈസസ് എന്ന് പറയുന്നത് ഗോ അപ്പ് എന്ന് പറയുന്നത്, അതായത് റിസഷനൊക്കെ കഴിയുമ്പോഴേക്കും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഗെറ്റ് ബാക്ക് ടു നോർമൽ ആവേണ്ട ഒരു സമയത്താണ് നമ്മൾ റിഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പോളിസി എന്ന് പറയാം. നമുക്കൊരു ഇക്കണോമിക്സ് സ്ലോ ഡൗൺ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവുന്ന സമയത്താണ് റിഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. എക്സ്പാൻഡ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത് കൂട്ടുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു റിഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ടാക്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് ലോ ചെയ്യുക, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഒരു ഇക്കണോമിക് ടൈംസിൽ നമ്മുടെ ഈ ഒരു ബാഡ് ആയിട്ടുള്ള ഇക്കണോമിക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ടു നോർമലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തുകൊണ്ടുവരുന്നത്. അക്ഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് ഗോ അപ്പ് ബിക്കോസ് ഗ്ലോബൽ ഫാമിംഗ് പ്രൈസസ് ഗോ അപ്പ്. അപ്പോൾ ഗ്ലോബൽ ഫാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ അക്ഫ്ലേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് മറക്കരുത്. അപ്പോൾ അക്ഫ്ലേഷനിൽ പ്രൈസസ് എന്ന് പറയുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇക്കണോമിക് ഫിനോമിനയാണ് അക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സിൻ്റെ, അതായത് നമ്മുടെ പ്രൈസ്, ഫുഡിൻ്റെ പ്രൈസൊക്കെ തന്നെ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അക്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചറും ഇൻഫ്ലേഷനും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് അക്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അക്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയാണ്. ക്രോപ്സിന് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിമാൻഡ് കൂടുമ്പോഴാണ് അക്ഫ്ലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വെൻ ഡിമാൻഡ് ഔട്ട് പീസസ് സപ്ലൈ പ്രൈസസ് ഇൻഫ്ലേറ്റ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയാണ് സപ്ലൈനേക്കാളൊക്കെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യാണ്, പ്രൈസസ് അവിടെ, പ്രൈസിൻ്റെ ഒരു ഇൻഫ്ലേഷൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള ബാഡ് വെതറോ അല്ലെങ്കിൽ മറ്റ് ഹാർവെസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്രോപ്സിൻ്റെ ഒക്കെ തന്നെ ഷോർട്ടേജ് ഉണ്ടാകുന്നതിലൂടെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫുഡിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെയാണ് അക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസസ് സ്റ്റിൽ ഗോ അപ്പ് ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ബിഫോർ. ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സ്ലോവിങ് ആണ്. അതായത് പ്രൈസ് ഓഫ് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ടാകുമ്പോഴാണ് ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ടാവുക. ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ആവുന്നു. മാർജിനലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഷോർട്ട് ടേമിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു റിവേഴ്സൽ ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ഫുള്ളായിട്ടുള്ളൊരു റിവേഴ്സലായിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ അല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൊരു മോഡറേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൊരു റേറ്റിലൊരു കുറവുണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നൊന്ന് കുറഞ്ഞു വരാം. ഡിഫ്ലേഷനേക്കാളും എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പോവുക. ഡിക്രീസിങ് ദ ഇൻഫ്ലേഷൻ റേറ്റ് എന്നാണ് ഡിസ്ഇൻഫ്ലേഷനകത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തിയറീസ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമുള്ളതാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. So the classical theory of inflation is based on the idea that the amount of money in an economy affects the overall level of prices. It's called the quantity theory of money. Basically, the more money there is, the higher prices go up. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇതിനകത്തും പറയുന്നത്. ഇൻഫ്ലേഷൻ എന്നതിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രൈസസിനെയും അത് ബാധിക്കുന്നു. ഈ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു തിയറി ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നാണ് വിളിക്കുന്നത്. അതായത് കൂടുതൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വില കൂടിപ്പോവും. അതായത് സൊസൈറ്റിയിൽ കൂടുതലായിട്ടുള്ള മണി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വില കൂടും. അതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയാൻ ഇതിന് കാരണം. ഓക്കെ, according to this theory, inflation happens when there is more money in the economy. The idea comes from Irving Fisher's equation. അപ്പോൾ
ഈ ഒരു തിയറി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ എക്കോണമിയിൽ കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പണപ്പെരുപ്പം സംഭവിക്കുന്നു. ഈ ഒരു ആശയത്തിന് നമ്മൾ ഫിഷേഴ്സിൻ്റെ ഇക്വേഷനിലാണ് പറയുന്നത്. MV = PT എന്നുള്ളതാണ് ഫിഷേഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി MV എന്താണ്, PT എന്താണെന്നൊക്കെ നമുക്ക് പറയാം. സോ ഹിയർ M ഈസ് ദ എമൗണ്ട് ഓഫ് മണി. M എന്ന് പറയുന്നത് അവിടുത്തെ പണത്തിൻ്റെ അളവാണ്. V ഈസ് ദ ഫാസ്റ്റ് മണി മൂവ്സ് അറൗണ്ട്. V എന്ന് പറയുന്നത് പണം എത്ര വേഗത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. P എന്ന് പറയുന്നത് പ്രൈസസ് ആണ്. T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ വിലയാണ്. T എന്ന് പറയുന്നത് അവിടുത്തെ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണമാണ്, ഇടപാടുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് തോട്ട് V ആൻഡ് T സേ ദ സെയിം. അപ്പോൾ വിയും ടിയും എപ്പോഴും സെയിം ആയി നിൽക്കും എന്നുള്ളതാണ് ക്ലാസിക്കലായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ V എന്താണ്, പണം എത്ര വേഗത്തിൽ അവിടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. T എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണമാണ്. സോ നോ മാറ്റർ വാട്ട് ദർ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് V ആൻഡ് T ഡോണ്ട് ചേഞ്ച് വെൻ M ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എമ്മിൽ, അതായത് നമ്മൾ M എന്ന് പറയുന്നത് പണത്തിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എമൗണ്ട് ഓഫ് മണീനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഇപ്പോൾ V എന്നും T എന്നും പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവില്ല എമ്മിൽ ചേഞ്ചസ് ഉണ്ടായാൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഇഫ് ദർ ഈസ് മോർ മണി പ്രൈസസ് ഗോ അപ്പ് പ്രപ്പോർഷണലി. അപ്പോൾ കൂടുതലായിട്ടുള്ള മണി ഉണ്ടാവുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള അവിടെ ചേഞ്ചസിന് കാരണമാവുന്നു. M മാറുമ്പോൾ വിയും ടിയും മാറില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആനുപാതികമായിട്ട് എന്ത് ചെയ്യും, ഉയരും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എക്കോണമിയിൽ കൂടുതലായിട്ട് പണം ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ട് പറയുന്നത്. സോ ഈ ഒരു തിയറി പറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, അതായത് ഇൻഫ്ലേഷൻ്റെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് എന്താണ്, പണത്തിൻ്റെ അളവ് കുറക്കുക. അതായത് മാർക്കറ്റിലുണ്ടാകുന്ന ആ മണിയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെയാണ് നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇതാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ പറഞ്ഞത് MV = PT ആണ്. M എന്ന് പറയുന്നത് മണിയാണ്, V എന്ന് പറയുന്നത് അതിൻ്റെ സർക്കുലേഷൻ ആണ്, P എന്ന് പറയുന്നത് പ്രൈസ് ആണ്, T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അത് മറക്കരുത്. അപ്പോൾ MV = PT എന്ന് പറയുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ആ ഒരു എക്കോണമിയിൽ കൂടുതലുണ്ടാവുന്ന പണമാണ് എന്നാണ് തിയറി ഓഫ് ഇൻഫ്ലേഷനകത്ത് നമ്മുടെ ക്ലാസിക്കൽ തിയറി പറയുന്നത്. ഈ തിയറി ഓഫ് ഇൻഫ്ലേഷനകത്തുള്ള സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. സോ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഹാപ്പൻസ് വെൻ ദർ ഇസ് മോർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാൻ വാട്ട്സ് അവൈലബിൾ ഇൻ ദ എക്കോണമി. അതായത് നമ്മുടെ എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ലഭ്യമായതിനേക്കാളും ചരക്കുകൾ, അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസും സർവീസസിനും ഒക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ഇത് ഏറ്റവും സിമ്പിളാണ്. അതായത് ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുകയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ മുൻപൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 100 ബാഗുകൾ മാത്രമുള്ള ഒരു മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 100 ബാഗുകൾ മാത്രമുള്ള മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ ആ ബാഗിൻ്റെ ഡിമാൻഡാണ് കൂടുന്നത്. ആ ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ അതിൻ്റെ അവൈലബിൾ ആയിരുന്നതിനേക്കാൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. സോ ദിസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് പുഷസ് പ്രൈസ് അപ്പ്. അതായത് ഡിമാൻഡിലുണ്ടാവുന്ന ഈ ഒരു വർധനവെന്ന് പറയുന്നത് അവിടെ എന്താണ്, പ്രൈസിൽ എന്ത് ചെയ്യും, പ്രൈസ് വർദ്ധിപ്പിക്കും. അതാണ് അതിൽ പറയുന്നത്. വെൻ ബോത്ത് പ്രൈവറ്റ് സ്പെൻഡിങ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ഗോ അപ്പ് ദർ ഇസ് മോർ മണി സർക്കുലേറ്റിംഗ് ഇൻ ദ എക്കോണമി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സെക്ടേഴ്സിൻ്റെ ചിലവുകളും അതുപോലെ ഗവൺമെൻറ് സെക്ടറിൻ്റെ ചിലവുകളും ഒക്കെ തന്നെ വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സമ്പദ് വ്യവസ്ഥയിൽ കൂടുതലായിട്ട് പണം ഇങ്ങനെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കും. എക്കോണമിയിൽ എന്ത് ചെയ്യും, പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. This increase in spending causes prices to go up because demand for goods and services is higher than what can be produced. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെയും അതുപോലെ ഗവൺമെൻറ് സെക്ടറിൻ്റെയും ഒക്കെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ എക്കോണമിയിൽ കൂടുതലായിട്ട് പണം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രൊഡക്ട്സുകൾ, അതായത് ഈ കമ്മോഡിറ്റീസും സർവീസസിൻ്റെ ഒക്കെ തന്നെ ഒരു ആവശ്യം എന്നുള്ളതുണ്ട്. അതായത് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട്
അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാൻ ഇത്ര എമൗണ്ട് ഓഫ് മണി വേണ്ടി വരും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാണ്, ചിലവാവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിലവ് എന്ന് പറയുന്നത് കൂടുതലാകുന്നത് കൊണ്ട് ഈ ഒരു വർധനവ് എന്ന് പറയുന്നത് നമ്മുടെ വില ഉയരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അവർക്ക് തുടരാൻ പറ്റുമോ അത്രത്തോളം കാലത്തേക്ക് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഡിമാൻഡാണ്. അതായത് നമ്മുടെ എക്കോണമിയിൽ ലഭ്യമായതിനേക്കാളും ഈ പ്രൊഡക്റ്റുകളും അതുപോലെ സർവീസസും ഒക്കെ തന്നെ അതിനൊക്കെ തന്നെ കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ്, അതായത് എല്ലാത്തിനും ഈ ഒരു ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് ഈ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. ഡിമാൻഡിൻ്റെ പുള്ളോട് കൂടിയിട്ട്, അതായത് ഡിമാൻഡ് ഒരു പുള്ള് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻക്രീസ് ഇൻ സ്പെൻഡിങ് കോസസ് പ്രൈസ് ടു ഗോ അപ്പ് ബിക്കോസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ഹയർ ദാൻ വാട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനേക്കാളും ഈ ഗുഡ്സിനും അതുപോലെ സർവീസസിനും ഒക്കെ തന്നെ ഡിമാൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ പ്രൈസും ഇൻക്രീസ് ആവുന്നു. ആസ് ലോങ് ആസ് ബിസിനസ് ക്യാൻ കീപ് പ്രൊഡ്യൂസിങ് മോർ ടു മീറ്റ് ദ ഡിമാൻഡ് പ്രൈസസ് കീപ്പ് അപ്പ് ഗോയിങ്. നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ്സുകൾ എന്ന് പറയുന്ന അവർക്ക് കൂടുതൽ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം തുടരാവുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, ഈ പ്രൈസ് എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഈ ഒരു ഡയഗ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഡയഗ്രത്തിനകത്ത് എക്സ് ആക്സിസിൽ റിയൽ ഇൻകവും നമ്മുടെ വൈ ആക്സിസിൽ പ്രൈസ് ലെവലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ D1, D0, D1, D2 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നത് കണ്ടു. ഇവിടെ P0, P1, P2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൈസും ഇൻക്രീസ് ആവുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇൻ എ ഗ്രാഫ് വേർ റിയൽ ഇൻകം ഈസ് ഓൺ ദി എക്സ് ആക്സിസ്, നമ്മൾ പറഞ്ഞ പോലെ എക്സ് ആക്സിസിലാണ് റിയൽ ഇൻകം കിടക്കുന്നത്. ആൻഡ് ദ പ്രൈസ് ലെവൽ ഈസ് ഓൺ ദി വൈ ആക്സിസ്, വൈ ആക്സിസിലാണ് നമ്മുടെ പ്രൈസ് ലെവലും കിടക്കുന്നത്. ദ സപ്ലൈ കർവ്സ് ഗോ അപ്പ് ആൻഡ് ബിക്കം ഫ്ലാറ്റ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പം ഈ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കർവ് കണ്ടില്ലേ, അതായത് മുകളിലേക്ക് ഒരു കർവ് കണ്ടില്ലേ, അതെപ്പോഴും ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് അത് ഫ്ലാറ്റ് ആയിട്ട് സപ്ലൈ കർവ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത്. വെൻ ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഫ്രം D0 ടു D1, അതായത് D0 D1 നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ P0 ഉണ്ടായിരുന്ന പ്രൈസ് ലെവൽ P1 എന്ത് ചെയ്യും, ഷിഫ്റ്റ് ഉണ്ടാവുന്നു, അതായത് അതും ഇൻക്രീസ് ആവുന്നു. ബട്ട് ദെൻ പീപ്പിൾ ട്രൈ ടു കീപ്സ് ദയർ സ്പെൻഡിങ് അറ്റ് ദ സെയിം ലെവൽ ഇൻ ദ റിയൽ ടേംസ്. അതായത് പീപ്പിൾ എന്ന് പറയുന്നത് എത്രത്തോളം അവരുടെ യഥാർത്ഥ വരുമാനത്തിൽ അതേ തലത്തിൽ തന്നെ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ചിലവുകൾ എത്രയാണോ അതേ രീതിയിൽ അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയും ഈ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പീപ്പിൾ ട്രൈ ടു കീപ് ദെയർ സ്പെൻഡിങ് അറ്റ് ദ സെയിം ലെവൽ ആൻഡ് ദ റിയൽ ടേംസ്. അപ്പോൾ റിയൽ ടേംസിൽ അവരെന്ത് ചെയ്യും, അവരുടെ ചിലവുകൾ യഥാർത്ഥത്തിൽ അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. വിച്ച് പുഷസ് ദ ഡിമാൻഡ് കർവ് അപ്പ് എഗെയിൻ. അപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ എത്രത്തോളം നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ടോ അത്രത്തോളം തന്നെ നമുക്ക് വീണ്ടും വേണ്ടി വരും. അപ്പോൾ എന്താണ്, ഇപ്പോൾ സെയിം മുമ്പുണ്ടായിരുന്ന എമൗണ്ട് തന്നെ വേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ് കൂടുകയാണ്. ആ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസും കൂടുന്നു. അപ്പോൾ ഇതൊരു സർക്കുലേറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. സൈക്കിൾ കീപ്സ് റിപ്പീറ്റിംഗ് ലീഡിങ് ടു എ കണ്ടിന്യൂസ് റൈസ് ഇൻ പ്രൈസസ്. അപ്പോൾ ഈ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്, അതായത് റിയൽ ഇൻകത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴും ഡിമാൻഡ് കൂടുമ്പോഴും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുള്ള രീതിയിൽ ഇതൊരു സർക്കുലേഷനാണ്, അതൊരു ചക്രം പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസിൽ ഒരു റേസ് ഉണ്ടാവുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഓവറോളായിട്ട് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഡിമാൻഡിൻ്റെ ഒരു പുള്ളോട് കൂടിയിട്ടുണ്ടാവുന്ന വിലക്കയറ്റത്തിനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറക്കരുത്, ഈ ഒരു ഡയഗ്രാം മറക്കരുത്. സിമ്പിൾ ഡയഗ്രാമാണ്. അതിനകത്ത് ഇവിടെ എസ് എന്ന് പറയുന്ന കർവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എസ് കർവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്, അതായത് P0യും D0യും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് സപ്ലൈയുടെ, അതിലാണ് അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ സപ്ലൈ എന്ന് പറയുന്നത് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ P0 P1 പോകുന്നു, D0 D1 പോകുന്നു, D2 പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ് പ്രൈസ് ലെവൽ, അതായത് വൈ ആക്സിസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് നമ്മൾ നോക്കാം.